അമ്മേ! ഓ! ആ കാണുന്നുണ്ടോ ആ വണ്ടി ഇറങ്ങുന്ന? ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നത്തില്ലേ? പക്ഷെ വണ്ടിക്കകത്തിരിക്കുമ്പോൾ മറ്റേ സൈഡിൽ തോന്നും. ഒന്നും മിണ്ടുന്ന പോലല്ലോ ബ്രോ. നീ എടുക്കടാ, ആ മൂഡിലാണ് ഇരിക്കുന്നത്. മറ്റേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ഇത് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന മറ്റേ നമ്മൾ ബാക്കി വണ്ടികളൊക്കെ എൻ്റെ പൊന്നു അത് ഭയങ്കര ഡിസേർവ്സ് എ തംസ് അപ്പ് കേട്ടോ. അതാണ്ട് ഇവനെ ഈ കിടക്കുന്ന സ്ലഷ് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യാനാണ്. സിയാറ ഇറങ്ങിയ കാലം തൊട്ട് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നൊരു സാധനമാണ് അവൻ്റെ ഓൾ വീൽ ഡ്രൈവ് വരുന്നുള്ളത്. അപ്പോൾ ഇന്ന് ഓൾ വീൽ ഡ്രൈവ് എന്നല്ല അവരെന്നെ വിളിക്കുന്നത്, ക്വാഡ് വീൽ ഡ്രൈവ് എന്നാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അവർ ഫസ്റ്റ് ലോഞ്ച് ചെയ്തേക്കുന്നത് സിയാറ EVയിലാണ്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ കോയമ്പത്തൂരുള്ള കോസ്റ്റ് റേസ് ട്രാക്കിൽ വന്നേക്കുവാണ്. അപ്പോൾ ഇന്ന് യൂഷ്വലി നമ്മൾ വരുന്ന സമയത്ത് റേസ് കാർ അല്ലെങ്കിൽ ട്രാക്ക് മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇന്ന് അത് മാത്രമല്ല, ടാറ്റ ഇവിടെ ഒരു ഓഫ് റോഡ് കോഴ്സ് കൂടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡും ഉണ്ട്, ഓൺ റോഡും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞ് 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ഒരു റിവ്യൂ, ഇൻഡെപ്ത് റിവ്യൂ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോ കാണാൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് കാണാം. അതായത് കുറേയധികം ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഓൺ റോഡ് പെർഫോമൻസ്. ഞാൻ കേരളത്തിലല്ലാത്തൊരു ട്രാക്കിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആക്സലേഷൻ, ബ്രേക്ക് ടെസ്റ്റും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണെങ്കിലും പോലെടാ. അപ്പോൾ ഇതാണ്ടേ നമ്മൾ ജസ്റ്റ് കരി ട്രാക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറാനാണ് പറഞ്ഞത്. കരിയല്ലേ? അപ്പോൾ കരിയല്ല കേട്ടോ, കോസ്റ്റ്. ഞാനൊരു കരി ഫാനാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ്ട് നേരെ നമുക്ക് പോകാനാണ് തോന്നിയത്. പക്ഷേ അതാണ്ട് ഇവിടെ നിങ്ങൾ തിരിയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തിരിഞ്ഞ് ഓഫ് റോഡ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു വുഡൻ ഒബ്സ്റ്റക്കിളിലേക്ക് പോവാണ്. നിങ്ങൾ കാണുന്ന പോലെ കുറേ നമ്മുടെ തെങ്ങിൻ്റെ തടിയൊക്കെ ഇങ്ങനെ 540 ഡിഗ്രി ഉള്ളതുകൊണ്ട്, ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദിൽജിത്ത് ബ്രോയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇത് ഫുൾ ടൈം ക്വാഡ് വീൽ ഡ്രൈവിലാണ് റൺ ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് 2 വീൽ ഡ്രൈവ് മോഡിലേക്കൊക്കെ ഇടാൻ, ഡ്രിഫ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡാണ് തോന്നുന്നല്ലോ. ഉണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു ആർട്ടിക്കുലേഷൻ റൗണ്ട് കയറി വന്നു. ഇതൊന്നും നമുക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഒന്നും മിണ്ടുന്ന പോലല്ലോ ബ്രോ. നീ എടുക്കടാ, ആ മൂഡിലാണ് ഇരിക്കുന്നത്. മറ്റേ ഇറങ്ങി വിശ്വാസമാണെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ട്രെയിനോ എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ മറ്റേ ലാപ്പ് ഡിസൈൻ്റെ പരിപാടിക്ക് വന്ന് മറ്റേ ട്രാക്കിൽ ട്രെയിനറായിട്ടുണ്ട്. അപ്പം നമ്മൾ സാൻഡിയിൽ നിന്ന് എടുത്ത് നേരെ റോക്ക് റോൾ മോഡ് ഇട്ടിട്ടുണ്ട്. അവിടെ ദാണ്ട റോക്സാണ് കിടക്കുന്നത്. നമ്മുടെ ദാണ്ട 360 ഡിഗ്രി ക്യാമറയ്ക്കകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാം അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. അഖിലിന് തന്നെ ക്യാമറ കൊടുത്തേക്കാം. റോക്ക് റോൾ മോഡിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു മൊമെൻറ്റം കൊടുത്ത് വിട്ടാൽ മതി. ഇത് റോഡ് ടയേഴ്സ് തന്നെയല്ലേ വരുന്നത്? അതെ, റോഡ് ടയേഴ്സ് തന്നെ. എന്നാൽ പോലും എന്ത് എഫിഷ്യൻ്റ് ആയിട്ടാണ് അവൻ കയറി പോകുന്നതെന്ന് നോക്കി. വളരെ സിമ്പിൾ. അപ്പോൾ ഞാൻ എന്താണ്ട് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓഫ് കോഴ്സ് നിങ്ങൾ ഫുൾ വീഡിയോയിൽ കണ്ട പോലെ 3 സ്ക്രീൻ സെറ്റപ്പാണ് വരുന്നത്. ഹാൻഡ് ബ്രേക്ക് ഒന്നുമില്ല. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് ഡോർ അടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റഡ് ആയിക്കോളും. കണ്ടോ വരുന്ന വരവൊക്കെ കണ്ടോ? ഇവിടെ തന്നെ ഡിഫറെൻറ്റ് കസ്റ്റം മോഡ്സ് വരുന്നുണ്ട്. ഒരു ബൂസ്റ്റ് മോഡുണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് മോഡ് വരുന്നുണ്ട്, എക്കോ മോഡ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ഓൺ ട്രാക്കിലേക്ക് പോകുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ എത്തി. ആ കാണുന്നുണ്ടോ ആ വണ്ടി ഇറങ്ങുന്ന? ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നത്തില്ലേ? പക്ഷേ വണ്ടിക്കകത്തിരിക്കുമ്പോൾ മറ്റേ സൈഡിൽ തോന്നുമ്പോൾ അത് സിമ്പിളല്ല. അതൊരു 90 ഡിഗ്രി ഡിക്ലൈനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഷോർട്ട്സ് ഇപ്പോൾ അകല് കാണിച്ച്
അപ്പോൾ ഇനി ഇതാണ്ട് ഇതോടെ ഒന്ന് കയറി കാണിക്കാം. കുറച്ച് ലെഫ്റ്റ് ചേർന്നിട്ട് റൈറ്റിലേക്ക് ആക്കിയിട്ട് വേണം എടുക്കാൻ, എന്നിട്ട് ലെഫ്റ്റിലോട്ട് ഇറങ്ങി പോകാം. അതവിടെ ചെന്ന് നിർത്തിയിട്ടല്ലേ? നിർത്തണ്ട, ഒറ്റ ഫ്ലോയിൽ പോയാൽ മതി. ടോട്ടൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കും. എടുക്കില്ലേ? ഒരു നമ്മുടെ ട്രാക്ക് കിട്ടി, കരിയല്ല കോസ്റ്റ്. എന്താ ഈ റേസ് ലൈനൊക്കെ പിടിക്കുന്ന ഇവരുടെ ട്രെയിനിങ് ആട്ടോ. അപ്പെക്സ് ചേർത്ത് ഓടിക്കണം എന്നല്ലേ ട്രാക്ക് വരും. വണ്ടി ബൂസ്റ്റ് മോഡിലാണ്. നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ഫുൾ പെടും. 80, 90, 100, 120. ബ്രേക്ക് ടെസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്യുന്നല്ലേ. ഇനി ബ്രേക്ക് ടെസ്റ്റ് പ്രോപ്പർ ട്രാക്കിലും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയേക്കാം. 0 to 100 എത്തിയിട്ട് നമ്മൾ 100 to 0 കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഫുൾ പെടലേ. 100 എത്തുമ്പോൾ ചവിട്ടണം എന്നാണ് പറയുന്നത്, പക്ഷേ ഇങ്ങനെ പോയാൽ ഇച്ചിരി മയത്തിലെ ചവിട്ടിന്ന് എനിക്ക് തോന്നുന്നല്ലേ അല്ലേ? ഞാൻ ഇച്ചിരി മയത്തിലെ ചവിട്ടിന്നാണ്. ഓക്കെ, അപ്പോൾ ബ്രോ പറഞ്ഞേക്കുന്ന ഏത് മോഡാണെങ്കിലും ഇവൻ കയറിക്കോളും. എന്നാലും മഡിലിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കിയാൽ ബ്രേക്ക് പിടിക്കട്ടെ. ഇനിയിപ്പോൾ സിറ്റി മോഡിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്ക്. ഇപ്പം ഞാൻ സിറ്റി മോഡിൽ ഇട്ടു. ജസ്റ്റ് എടുക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഫീൽ കിട്ടുന്നുണ്ട്. പോവും.
കുറച്ചുകൂടെ നമ്മൾ അപ്പോൾ ഇനി സാൻഡാണ് ഇടേണ്ടത്. ആ ഇനി നമ്മൾ സാൻഡ് മോഡ് ഇട്ടു. ഒന്ന് എൻ്റെ ദൈവമേ, ഓ ബീച്ചിലൊക്കെ പോയി താമസം ചെയ്തിട്ടാൽ മതി അല്ലേ? എൻ്റെ പൊന്നു, അത് ഭയങ്കര ദാറ്റ് ഡിസേർവ്സ് എ തംസ് അപ്പ് കേട്ടോ. ആ മോഡ് യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ദാണ്ട് ഇവനെ ഈ കിടക്കുന്ന സ്ലഷ് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യാനാണ്. ഇത് ക്വാഡ് വീൽ ഡ്രൈവ് ആണ്. നമുക്ക് ഡ്രിഫ്റ്റ് മോഡ് ഓണാക്കുമ്പോൾ റിയർ വീലിലേക്കായിരിക്കും പോകുന്നത്. നമുക്ക് എങ്ങനെയുണ്ട് ഡ്രിഫ്റ്റ് പ്രോപ്പറായിട്ട് തിരിച്ച് കിട്ടുന്നുണ്ടെന്നുള്ളതൊക്കെ നോക്കാം. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ദാണ്ട് ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത്. ഓ നിങ്ങളൊന്ന് നോക്കി എന്താ അവസ്ഥയായിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ വന്ന വണ്ടി ഇതാണ്, നോക്കിടി. ഈ വണ്ടി ഇതിലൊന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ദാണ്ട് ഈ കോലാവുന്നതാണ് പറയുന്നത്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെ CRIVയുടെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്തത്. ശരിക്കും പല കോഴ്സിൽ കൂടെ പല രീതിയിൽ കടന്നു വന്നിട്ട് വളരെ 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 സിമ്പിളായിട്ടാണ് അവരിത് ഹാൻഡിൽ ചെയ്തത്. നമ്മൾ ഹാരി റിവ്യൂ ഒക്കെ ഡ്രൈവ് ചെയ്ത സമയത്ത് കുറച്ചുകൂടെ ഹെവി ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതായൊരു ചെറിയ വണ്ടിയിൽ കൂടുതൽ ഇവോൾവ് ആയിട്ടുള്ള കൂടുതൽ ടെക്നോളജി, അതായത് ഒരു ചെറിയ ഡിഫൻഡറിൻ്റെ എല്ലാവിധ കേപ്പബിലിറ്റീസും പിന്നെ സ്മോൾ കാർ എന്നുള്ള രീതിയിലാണ് ഇവനിന്ന് വന്നേക്കുന്നത്. ഭയങ്കര രസമാണ്. സ്ലഷിലൊടിച്ചു നമ്മൾ ഡ്രാഗ് ചെയ്തു, ഡ്രിഫ്റ്റ് ചെയ്തു. പക്ഷേ അത് ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചൊരു സ്ലഷിലാണ്. നാളെ നമുക്ക് വണ്ടി കിട്ടുമ്പോൾ ഡ്രിഫ്റ്റ് മോഡ് നമുക്ക് നിട്ട് നോക്കാം. പിന്നെ പല പല ഡിഫറെൻറ്റ് ടെറൈൻസ് ഉണ്ട്. അങ്ങനെ ശരിക്കും ഒരു അടിപൊളി കോൺസെപ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഫുൾ കംപ്ലീറ്റ് റിവ്യൂ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ റൈ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.